ടീച്ചിങ്ങിന്റെ വിവിധ കാര്യങ്ങളാണ് പറഞ്ഞത്. കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ലെവൽ ഓഫ് ടീച്ചിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്, ബേസിക് റിക്വയർമെന്റ്സ്. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, പഠിതാക്കളുടെ സവിശേഷതകൾ. പഠിതാക്കളുടെ സവിശേഷതകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കോളേജ് ലെവലിലെ പഠിതാക്കൾ, they are in the age group of adolescence. അഡോളസൻസ് എന്ന് പറഞ്ഞാൽ കൗമാരം. കൗമാരപ്രായക്കാരായിരിക്കും നമ്മളുടെ പഠിതാക്കൾ. കൗമാരം, it starts from the onset of puberty to the maturity. Roughly it is from 13 to 19. ജോൺ കീറ്റ്സ് എന്ന ആംഗല കവി കൗമാരത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിലെ വസന്തം എന്നാണ്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ജീവിതത്തിലെ ഏറ്റവും വസന്ത കാലഘട്ടമാണ് കൗമാരം. മറ്റ് വ്യത്യസ്തമായ സൈക്കോളജിസ്റ്റ് ഹാവ് ഡിവൈഡഡ് ദി ലൈഫ് സ്പാൻ ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേജസ്: ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൾട്ട്ഹുഡ്, ഓൾഡ് ഏജ്. അതിലൊക്കെ വെൻ വി കമ്പയർ വിത്ത് ദി അതർ സ്റ്റേജസ്, ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് തന്നെയാണ് അഡോളസൻസ്. അഡോളസൻസ് എന്ന് പറഞ്ഞാൽ ബാല്യം വിടുകയും ചെയ്തു, എന്നാൽ യൗവനത്തിനൊട്ട് എത്തിയതുമില്ല. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ്. ബാല്യം വിടുകയും ചെയ്തു, യൗവനത്തില് എത്തിയതുമില്ല. ഇല്ലത്തുനിന്ന് പോരുകയും ചെയ്തു, അമ്മാത്തൊട്ട് എത്തിയതുമില്ല. ഇതിൻ്റെ ഇടയ്ക്കുള്ള വഴിയിലുള്ള സമയമാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. സ്റ്റാൻലി ഹാൾ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട് അഡോളസൻസിനെ പറ്റി. ആ ഒരൊറ്റ സെന്റൻസ് മതിയായി അഡോളസൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ. ആ ഒരൊറ്റ സെന്റൻസ് മതി. അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, storm and strife. Adolescence is a period of stress and strain. ഞെരുക്കം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഞെരുക്കം, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ പിരിമുറുക്കം. സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലഘട്ടമാണ്. ഞെരുക്കം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എ സ്പർട്ടപ്പ് ഇൻ ഗ്രോത്ത്, ശാരീരികമായിട്ടുള്ള വളർച്ച. സ്പർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുതിച്ചുചാട്ടം സംഭവിക്കുന്ന കാലം. അമ്മമാർ പറയുന്ന കേട്ടില്ലേ, മകള് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്, കണ്ണ് ചെമ്മി തുറക്കുന്നതിന് മുമ്പ് മകൾ ഇരുന്ന് എഴുന്നേറ്റ പോലെ അങ്ങ് വളർന്നു. അമ്മമാർ പറയാറുണ്ട്. പെൺകുട്ടികളും പറയാറുണ്ട്, അമ്മേ എൻ്റെ പാവാട അങ്ങ് ചെറുതായി പോയല്ലോ. പാവാട ചെറുതാവോ? പാവാട ചെറുതാവോ? പാവാട ചെറുതായതല്ല, അതിനകത്തുള്ള ആള് വലുതായതാണ്. അകത്ത ആൾ ആൺകുട്ടികളുടെയും ആൺകുട്ടികളൊക്കെ ഈ ഇടുന്ന ട്രൗസറിനും ഇടുന്ന ടീഷർട്ടിനും ഇടയ്ക്കൊരു വെളുത്ത ഭാഗം ഇങ്ങനെ റൗണ്ടിൽ കാണാം ആ പ്രായമെത്തുമ്പോൾ. അതാണ് എ ഷൂട്ടപ്പ്, എ സ്പാർട്ട് ഇൻ ഗ്രോത്ത്. ഇത് ശാരീരികമായിട്ട് മാത്രമല്ല, മാനസികമായിട്ടും വല്ലാത്ത അസ്വാസ്ഥ്യത ഉണ്ടാകുന്നതാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി. അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിലുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അഡോളസൻസ്. എലിയെപ്പോലിരിക്കുന്ന കുട്ടികൾ പുലിയായിട്ടങ്ങ് മാറും ഈ കാലഘട്ടമാകുമ്പോൾ. കുട്ടിക്കാലത്ത് 5 വയസ്സുള്ളപ്പോൾ ഗ്ലാസ് പൊട്ടിച്ചാൽ അമ്മ വഴക്ക് പറയും. അപ്പോഴമ്മയുടെ പിന്നിൽ മാറി നിന്ന് കരയുന്ന കുട്ടി അഡോളസൻസ് ആയി പോകുന്നുണ്ടേ, നീ എന്തിനാണ് ഈ ഗ്ലാസ് പൊട്ടിച്ചത് എന്ന് ചോദിച്ചാൽ എന്നൊരു മൂളല് മാത്രം കേൾക്കും. മാത്രമല്ല പല കുട്ടികളും തിരിച്ച് അമ്മയോട് ചോദിക്കും, തള്ളേ നാളെ നിങ്ങൾ 2 ഗ്ലാസ് പൊട്ടിച്ചില്ലായിരുന്നു. അങ്ങനെ ഇതിന് തറുതല പറയുക എന്ന് പറയും. അമ്മമാർക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്.
ഇതൊക്കെ കാണുന്നത് ഈ പ്രായഘട്ടം. ഈ ആൺകുട്ടികൾ അതിലും ഭയങ്കരമാണ്. ഈ ആൺകുട്ടികൾ കൊച്ചുകുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ അമ്മ എന്ത് വഴക്ക് പറഞ്ഞാലും കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര് വരുന്ന ആ കുട്ടി ഈ അഡോളസൻസ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ വരുന്നതൊക്കെ കുറച്ച് വൈകും. വൈകി എത്തുന്ന അഡോളസൻസിനോട് രക്ഷകർത്താവ് ചോദിക്കുക, എവിടെ പോയിരുന്നടാ ഇതുവരെ എന്ന് ചോദിച്ചാൽ അവിടെ ഈ മൂളനൊന്നുമല്ല. അഡോളസൻസ് പ്രായത്തിലുള്ള ആള് ചോദിക്കും, അല്ല ഇവിടെ വാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, തല നിങ്ങൾക്ക് അറിയില്ലേ അയാളെ? ഇത്തരത്തിൽ ഞൊടിഞ്ഞു കയറും അമ്മമാരുടെ അടുത്തും ഉമ്മമാരുടെ അടുത്തും. അല്ല അയാൾ എപ്പോഴാണ് ഇവിടെ വരുന്നത്? അയാളെന്നൊക്കെ ആവും പ്രയോഗം കേട്ടോ. വാപ്പയെ കുറിച്ചുള്ള പ്രയോഗം അയാളെന്നൊക്കെയാണ്. അല്ല അയാളൊക്കെ എപ്പോഴാണ് ഇവിടെ വരുന്നത്? അപ്പൊ ഈ ചോദിച്ച അമ്മ ചോദിക്കണ്ടെന്ന് തോന്നിക്കാണും അമ്മയ്ക്ക്. അവസാനം ഒരു പറഞ്ഞു നിർത്തുന്ന വാചകമുണ്ട്, ആണുങ്ങളായാലേ ഇങ്ങനെയൊക്കെയാ കുറച്ച് വൈകും. അമ്മയുടെ നാവടഞ്ഞു പോകും. ഇതൊക്കെയാണ് ഈ മാക്സ് ടോയിൻ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു ചിന്തകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 14 വയസ്സായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ അച്ഛന് യാതൊരു വിവരവും ഇല്ലെന്ന് മനസ്സിലായി. എത്ര വയസ്സുള്ളണ്ണയാ? എനിക്ക് 14 വയസ്സുള്ളണ്ണ എനിക്ക് മനസ്സിലായ കാര്യം, എൻ്റെ അച്ഛന് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ 24 വയസ്സാണ് എനിക്കൊരു കാര്യം മനസ്സിലായി, അച്ഛന് നല്ല വിവരമുണ്ട്. മനസ്സിലായോ? ഇത് അച്ഛൻ്റെ കുഴപ്പമല്ല, 14 24 മധ്യമുള്ള പ്രായത്തിൻ്റെ കുഴപ്പമാണ്. അതേപോലെ തന്നെ ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഒരു ചെറിയ ബുക്ക്. ലോകത്തിലുള്ള അഡോളസൻസ് പ്രായത്തിലുള്ള ആളുകളുടെ അനുഭവങ്ങളാണ് അതിനകത്ത് കുറിച്ചു വച്ചേക്കുന്നത്. അതിനകത്ത് ഗാന്ധിജിയുടെ മകൻ ഒരു അനുഭവക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. കേവലം 1.25 പേജ് മാത്രമേ ഉള്ളൂ ആ അനുഭവക്കുറിപ്പ്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകളെല്ലാം അനുഭവക്കുറിപ്പ് എഴുതിയ കൂട്ടത്തിൽ ഗാന്ധിജിയുടെ മകൻ അഡോളസൻറ്റ് ഒരു അനുഭവക്കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ കഴിയുന്ന കാലഘട്ടം. ഗാന്ധിജി ടൗണിലൊന്നും അല്ല താമസിച്ചിരുന്ന, ഗ്രാമത്തിൽ ഒരു കരിമ്പിൻ തോട്ടത്തിൻ്റെ നടുക്കുള്ള ഒരു വീട്ടിലാണ് താമസിച്ചത്. അങ്ങനെ ഗാന്ധിജി അവിടെ ദക്ഷിണാഫ്രിക്കയിൽ കഴിയുമ്പോൾ ഗാന്ധിജിക്ക് പട്ടണത്തിലൊരു പ്രഭാഷണം നടത്താനൊരു ക്ഷണം കിട്ടും. ക്ഷണിക്കപ്പെട്ട ദിവസം ഗാന്ധിജി പട്ടണത്തിലോട്ട് പോകാൻ നേരം മകൻ പറയും, അച്ഛാ ഡ്രൈവറെ ഒന്നും വിളിക്കണ്ട, ഞാൻ വണ്ടി ഓടിച്ചു വന്നോളാം. അങ്ങനെ മകൻ ഡ്രൈവറാകും. അപ്പൊ പട്ടണത്തിലേക്ക് പോകാൻ നേരം പട്ടണത്തിലെ പലവ്യഞ്ജന കടയിൽ നിന്ന് വാങ്ങേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റും കൂടെ അമ്മ എഴുതി കൊടുക്കും. ഏതായാലും പട്ടണത്തിൽ പോവല്ലേ നീ വണ്ടിയും കൊണ്ട്, അതുകൂടെ മേടിച്ചോണ്ട് പോരും. നിശ്ചിത സമയത്ത് ആ പട്ടണത്തിലെത്തി പ്രഭാഷണം നടത്തേണ്ട ഹാളിൻ്റെ മുന്നിൽ അച്ഛനെ ഇറക്കുമ്പോൾ അച്ഛൻ മകനോട് പറയും, മോനെ കുട്ടാ, ഞാൻ 5 മണിക്ക് ഫ്രീ ആവും, നമുക്ക് വൈകുന്നേരം വരെ ഒരു സമയമുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, വണ്ടി ഒന്ന് സർവീസ് ചെയ്യിച്ചേരെ. അങ്ങനെ കുട്ടി വണ്ടിയും കൊണ്ട് പോയി സർവീസിന് കൊടുത്തു. നോക്കുന്നുണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. അവൻ പോയി ഒരു കൗബോയ് സിനിമയ്ക്ക് കയറും. സിനിമയിൽ അവനങ്ങ് മുഴുകിപ്പോവും. മുഴുകി കഴിഞ്ഞിട്ട് വാച്ച് നോക്കുന്നുണ്ടെ മണി 5:30 അച്ഛൻ പറഞ്ഞിരിക്കുന്ന 5 മണിക്ക് അച്ഛൻ ഫ്രീ ആയ അവിടെ നിൽക്കുമെന്നാണ്. ചെറുക്കൻ വേഗം പോയി വണ്ടി എടുത്തുകൊണ്ട് നോക്കുന്നുണ്ടെ പ്രഭാഷണം നടത്തുന്ന ഹാളിലെല്ലാ ആൾക്കാരൊഴിഞ്ഞു, അച്ഛൻ മാത്രം ഒറ്റയ്ക്ക് അവിടെ കയ്യും കെട്ടി മോനെ നോക്കി നിൽക്കുകയാണ്. മോൻ അവിടെ ചെന്നുണ്ണേ അച്ഛൻ ചോദിച്ചു, മോനെ എന്തു പറ്റിയടാ നീ ഇത്രമാത്രം വൈകിപ്പോകാൻ? എടുത്ത വായിലെ മകൻ്റെ മറുപടി, അച്ഛാ വണ്ടി സർവീസ് ചെയ്ത് കിട്ടണ്ടേ. മകനെ കാണാതിരുന്നുണ്ടെ ഈ അച്ഛൻ വർക്ക്ഷോപ്പിലോട്ട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ വർക്ക്ഷോപ്പുകാർ പറഞ്ഞ, സാർ 3:30 മണിക്ക് വണ്ടി സർവീസ് ചെയ്ത് ഇട്ടേക്കുക, ചെറുക്കന് വരണ്ടേ അത് എടുത്തോണ്ട് പോകാൻ. അക്ഷോഭ്യനായിട്ട്
വളരെ ഈ മകൻ്റെ മറുപടി, നമ്മൾ ഈ ഇത്തരം മകൻ മറുപടി പറഞ്ഞ അടി എപ്പോൾ കൊടുത്തെന്ന് ആലോചിച്ചാൽ മതിയല്ലോ. അക്ഷോഭ്യനായിട്ട് മകൻ എടുത്ത് ഗാന്ധിജി പറഞ്ഞു, മോനെ, നിന്നെ വളർത്തി ഈ വലുതാക്കി ഇത്രമാത്രം എത്തിച്ച കൂട്ടത്തിൽ അച്ഛൻ എവിടെയോ ഒരു അപകടം പറ്റിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇത്ര നിസ്സാര കാര്യത്തിന് നീ എന്നോട് കള്ളം പറയേണ്ടി വരുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് നിന്നെ വളർത്തിയ കൂട്ടത്തിൽ എനിക്ക് എവിടെയാണ് അബദ്ധം പറ്റിയത് എന്നുള്ളത് കണ്ടുപിടിക്കുക. എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് കണ്ടുപിടിക്കുക. ഗാന്ധിജിയുടെ ബയോഗ്രഫി തന്നെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണല്ലോ. ഗാന്ധിജി പറയുകയാണ്, മോനെ, നിന്നെ ഈ വളർത്തിയ കൂട്ടത്തിൽ എവിടെയാണ് എനിക്ക് അപകടം പറ്റിയത് എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു വീട്ടിലേക്കുള്ള 18 കിലോമീറ്റർ നടക്കുകയാണെന്ന് പറയുക മാത്രമല്ല, ഗാന്ധിജി വടിയും പിടിച്ചങ്ങ് നടക്കാൻ തുടങ്ങി. 18 കിലോമീറ്റർ. 1.25 പേജുള്ള ആ അനുഭവക്കുറിപ്പിൽ ആ ചെറുക്കൻ അവസാനം എഴുതി വെച്ചേക്കുന്ന വരി ഇതാണ്: അച്ഛനെന്ന് എന്നെ ഒന്ന് അടിച്ചെങ്കിൽ എന്ന് വൃഥാ മോഹിച്ചു പോയ സമയമായിരുന്നു ഞാൻ തെറ്റ് ചെയ്തതിന് അച്ഛന് ശിക്ഷ അനുഭവിക്കുക. ജീവിതത്തിൽ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. നോക്കുക, ഒരു അഡോളസൻ്റ് എഴുതി വെച്ചിരിക്കുന്ന അനുഭവക്കുറിപ്പ്. ഈ അഡോളസൻസ് കാലത്തിലുള്ളവർക്ക് പല പ്രത്യേകതകളുമുണ്ട്. ഏറ്റവും വലിയ, അവരേറ്റവും കൂടുതൽ എതിർക്കുന്ന കാര്യം, ഏറ്റവും കൂടുതൽ അവർ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്നറിയോ? ഉപദേശം. പക്ഷേ നമ്മുടെ അധ്യാപകരുടെ പോക്കറ്റിലുള്ള ആകെ ഒരു കാര്യമുള്ളത് അത് മാത്രമേ ഉള്ളൂ. അധ്യാപകരുടെ കയ്യിലേ, രക്ഷിതാക്കളുടെ കയ്യിലും അതേ ഉള്ളൂ, ഉപദേശം. ഈ ഉപദേശമാണ് അഡോളസൻസ് ഏറ്റവും എതിർക്കുന്നത്. മറ്റ് കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് പിയർ ഇൻഫ്ലുവൻസ്, സമപ്രായക്കാരുടെ സ്വാധീനം ഏറ്റവും കൂടുതലുണ്ടാകുന്ന കാലഘട്ടം ഇതാണ്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന പുസ്തകത്തിൽ എസ്.കെ. പൊറ്റക്കാട് ഒരു സപ്പർ സർക്കിട്ട് സംഘത്തെപ്പറ്റി പറയുന്നു. കൂട്ടുകാരൊത്ത് വീട്ടിൽ നിന്ന് നോക്കത്താത്ത ദൂരത്തെത്തുമ്പോൾ പുകവലിക്കുക, പിന്നെയും കുറേ ദൂരത്തെത്തുമ്പോൾ കള്ളുകുടിക്കുക, പിന്നെയും കൂടുതൽ ദൂരത്തേക്കെത്തുക. ആ ദൂരത്തിനനുസരിച്ചാണ് ഈ ഇത്തരത്തിലുള്ള പാപങ്ങൾ വ്യക്തികളിലേക്ക്, കൗമാരക്കാരിലേക്ക് ഇഴഞ്ഞേറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള, മാത്രമല്ല ഈ പ്രായഘട്ടമാകുമ്പോൾ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും പിടി ഒന്നയയുകയും സഹപാഠികളുടെ, സമപ്രായക്കാരുടെ സ്വാധീനം വല്ലാതെ കൂടുകയും എന്തും പരീക്ഷിച്ചു നോക്കാനുള്ള ഒരു മനോഭാവം. ഈ കാലഘട്ടത്തിലാണ് കൂടുതലും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ കീഴടങ്ങുന്നത്. മദ്യം ഉപയോഗിക്കുന്നവരോടും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും എന്നാണ് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: അഡോളസന്റ് പ്രായത്തിൽ. അപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ സവിശേഷതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണേഴ്സ്. ഹോളിംഗ് വർത്ത് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഒരു വാചകം കൂടെ ഉണ്ട്, അതും വളരെ പ്രധാനമാണ്. അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്നാണ് പറഞ്ഞത്. കൗമാരം താൽക്കാലിക ഭ്രമത്തിൻ്റെ കാലഘട്ടമാണ്, താൽക്കാലിക ഉന്മാദത്തിൻ്റെ കാലഘട്ടമാണ് എന്നാണ് സ്റ്റാൻലി ഹാൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അഡോളസൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇൻഡിവിജ്വൽ ഡിഫറൻസ്, വ്യക്തി വ്യത്യാസം. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്? ഏതൊക്കെ ഘടകങ്ങളാണ് വ്യക്തി വ്യത്യാസത്തിലേക്ക് വഴിയൊരുക്കുന്നത്? There are so many factors. You may note down. First one is intelligence. Second is creativity. Third one is aptitude. Intelligence, creativity, aptitude. Attitude alla, aptitude. Fourth one is social deprivation. Social deprivation. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇൻ്റലിജൻസ്. വ്യക്തിവ്യത്യാസത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇൻ്റലിജൻസ് ആണ്.
ഇന്റലിജൻസ് ഒരു ഏകമുഖമുള്ള സവിശേഷതയായിട്ടാണ് നൂറ്റാണ്ടുകളോളം നമ്മൾ കരുതിയിരുന്നത്. വളരെ കാലഘട്ടം യൂണിറ്ററി തിയറി എന്ന് പറയും. ഫസ്റ്റ് തിയറി അതാണ്, യൂണിറ്ററി തിയറി. ഒരു മുഖമുള്ള സവിശേഷതയായിട്ടാണ് ഇന്റലിജൻസ് കരുതിയിരുന്നത്. ആ തിയറിക്ക് പറയുന്ന പേരാണ് യൂണിറ്ററി തിയറി. ഒരുപാട് വർഷക്കാലം, വളരെ നൂറ്റാണ്ടുകളോളം ഈ യൂണിറ്ററി തിയറി നിലനിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് മൾട്ടി ഫാക്ടർ തിയറി, തോണ്ടൈക്ക് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ചാണ് മൾട്ടി ഫാക്ടർ തിയറി. ഇന്റലിജൻസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ്, മൾട്ടി ഫാക്ടർ തിയറി. ദെൻ അതും വളരെ നാളുകൾ നിലനിന്നു. പിന്നീട് വന്ന ഒരു തിയറിയാണ് ടു ഫാക്ടർ തിയറി. ടു ഫാക്ടർ തിയറി അവതരിപ്പിച്ചത് സ്പിയർമാൻ ആണ്. സ്പിയർമാൻ, intelligence is composed of two factors, one G factor and a S factor. Intelligence is composed of this G factor. G means general factor, S means special factor or specific factor. Intelligence is composed of these two factors, G factor and S factor. 100 രൂപ ഇങ്ങോട്ട് വന്നാൽ, ഞാൻ 100 രൂപയ്ക്ക് ചില്ലറ അങ്ങോട്ട് വന്നാൽ കൃത്യമാണോ എന്ന് നോക്കി എണ്ണിയെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. ബിക്കോസ് ആൾ ഓഫ് യു ഹാവ് ജി ഫാക്ടർ. അതേസമയം ഞാൻ പറയുക, ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ എല്ലാവർക്കും പാടാൻ പറ്റുമോ? പറ്റില്ല. അത് എസ് ഫാക്ടറാണ്. സോ ഇന്റലിജൻസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ദീസ് ടു ഫാക്ടേഴ്സ്. ദെൻ ഗ്രൂപ്പ് ഫാക്ടർ തിയറി ബൈ Thurston. Intelligence is composed of 9 peculiar types of intelligence. അതാണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറിയിൽ തസ്റ്റൺ പറയുന്നത്. അതിനും വർഷങ്ങൾക്ക് ശേഷം ഉടലെടുത്ത തിയറിയാണ് ഫാക്ടർ അനാലിസിസ്. വർഷങ്ങൾക്ക് ശേഷം ഉടലെടുത്തു എന്ന് മാത്രമല്ല, ഒരുപാട് കാലം വിദ്യാഭ്യാസ വിദഗ്ധരെയും സൈക്കോളജിസ്റ്റും ഒക്കെ ആശ്രയിച്ചിരുന്ന ഒരു തിയറിയാണ് ഫാക്ടർ അനാലിസിസ്. വാസ് കൺസിഡേർഡ് ആസ് എ 3-dimensional affair. One dimension is process, second dimension is content, and third dimension is product. Intelligence was considered as an affair of these 3 dimensions. Each dimension, first dimension consists of 6 variables, process. Second dimension, content considered as consisting of 5 variables, and product consisting of 6 variables. That means 6 into 5 into 6 is equal to 180 components or variables. So intelligence was considered as a 180 variables is known as factor analysis, suggested by Guilford. ഒരുപാട് വർഷക്കാലം, നൂറ്റാണ്ടുകളോളം നമ്മുടെ വിദ്യാഭ്യാസ രംഗവും മനഃശാസ്ത്ര രംഗവും കൊണ്ടു നടന്ന ആലോചിച്ച ഒരു സിദ്ധാന്തമാണ് ഫാക്ടർ അനാലിസിസ്. Until in 1983 Howard Gardner published a book, Frames of Mind. Frames of Mind എന്ന് പറയുന്ന പുസ്തകം ഹൊവാർഡ് ഗാർണർ പ്രസിദ്ധീകരിച്ചതോടുകൂടി ഇന്റലിജൻസിന്റെ രംഗത്ത് ഒരു വലിയ വിപ്ലവമുണ്ടായി. അദ്ദേഹം ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഇന്റലിജൻസിന്റെ ഒരു കോമ്പോസിഷനാണ് ഇന്റലിജൻസ് എന്ന് അദ്ദേഹം വാദിച്ചു. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ 1983 പബ്ലിഷ് ചെയ്തു. ആ പുസ്തകത്തിൽ അദ്ദേഹം 7 ഇന്റലിജൻസ് അവതരിപ്പിച്ചു. 7 ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് സ്പേഷ്യൽ ഇന്റലിജൻസ്, spatial intelligence, then linguistic intelligence, third mathematical intelligence,
Fourth, bodily kinesthetic intelligence. Bodily kinesthetic intelligence. Fifth one, musical intelligence. Sixth one, intrapersonal intelligence. And seventh one is interpersonal intelligence. So, according to Howard Gardner, intelligence is a combination of 7 different types of intelligence. Spatial intelligence, linguistic intelligence, mathematical intelligence, bodily kinesthetic intelligence, musical intelligence, interpersonal intelligence, intrapersonal intelligence. These are the 7 different types of intelligence. In 1999, he published another book, Intelligence Reframed, in which he introduced 2 more components to the intelligence: naturalistic intelligence and existential intelligence. Naturalistic, 8th one is naturalistic intelligence and the 9th one is existential intelligence. In later, he withdrew the 9th intelligence. Existential intelligence he withdrew from his theory. So, at present, his theory is composed of 8 different types of intelligence: spatial intelligence, linguistic intelligence, mathematical intelligence, kinesthetic intelligence, musical intelligence, interpersonal intelligence, intrapersonal intelligence, naturalistic intelligence. These are the 8 different types of intelligence. ലോകം ഇന്ന് അംഗീകരിച്ചിട്ടുള്ള ഇന്റലിജൻസിന്റെ തിയറി ഇതാണ്. ബാക്കിയുള്ള തിയറികളെല്ലാം വാഷ് ഔട്ട് ചെയ്തു പോയി when Howard Gardner introduced the book Frames of Mind in 1983. ഇതില് ശകുന്തളാദേവി, രാമാനുജൻ ഇവരെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ മ്യൂസിക്കൽ ഇന്റലിജൻസിൽ ഒരു പീക്കഡ്നെസ് കാണും. ഇതിന് പറയുന്ന പീക്കഡ്നെസ് എന്നാണ്. അവരുടെ മ്യൂസിക്കൽ ഇന്റലിജൻസിൽ ഒരു പീക്കഡ്നെസ് ഉണ്ട്. പക്ഷെ അവരെ വിളിച്ചൊരു പാട്ട് പാടാൻ നിയോഗിച്ചാൽ പറ്റുമോ? അവര് മ്യൂസിക്കൽ ഇന്റലിജൻസിൽ ഒരു ബിഗ് സീറോ ആണ്, സ്പേഷ്യൽ ഇന്റലിജൻസിലും ബിഗ് സീറോ ആണ്, വെർബൽ ഇന്റലിജൻസിലും ബിഗ് സീറോ. ബട്ട് വേറസ് ദേ ഹാവ് എ പീക്കഡ്നെസ് ഇൻ ദെയർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. യേശുദാസിനെ വിളിച്ച് കണക്ക് ചെയ്യിക്കാൻ വിചാരിച്ചാൽ പറ്റുമോ? പക്ഷെ അദ്ദേഹത്തിന് ഇന്റലിജൻസ് ഉണ്ട്, അത് മ്യൂസിക്കൽ ഇന്റലിജൻസ്, അത് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് അല്ല. മനസ്സിലായല്ലോ? ഇങ്ങനെ ഓരോരുത്തരെ നോക്കുമ്പോഴും അവരുടേതായിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഇന്റലിജൻസ് ഒന്ന് വരയ്ക്കാൻ പോവുക ഇവിടെ. എന്തിനാണെന്നറിയാവോ? പറഞ്ഞുതരാം. എൻ്റെ ഇന്റലിജൻസ് വരയ്ക്കുക. ഈ ഗ്രാഫിനകത്ത് സ്പേഷ്യൽ നോർമലാണ്, ലിംഗ്വിസ്റ്റിക് കുറച്ചുകൂടെ ഉണ്ട്, മാത്തമാറ്റിക്സും ഭേദമാണ്, കിനസ്തെറ്റിക് അതിലും കൂടെ കുറച്ചുണ്ട്, മ്യൂസിക്കൽ തീരെയില്ല കേട്ടോ, മ്യൂസിക്കൽ തീരെയില്ല, ഇന്റർപേഴ്സണലുണ്ട്, ഇൻട്രാപേഴ്സണലും ഉണ്ട്, നാച്ചുറലിസ്റ്റിക്കും തീരെയില്ല. ഇതാണ് എൻ്റെ ഇന്റലിജൻസിന്റെ ഒരു യഥാർത്ഥ ചിത്രം. മനസ്സിലായല്ലോ? ഏതാണ്ട് ഒരു ആവറേജ്, ഒരു എബോവ് ആവറേജ് ചില ഏരിയാസിൽ, ചില ഏരിയ മ്യൂസിക്കലും നാച്ചുറലിസ്റ്റിക്കും ഒന്നും യാതൊരു ഇന്റലിജൻസും ഇല്ല. ഇതാണ് എൻ്റെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് കൊണ്ട് അതെങ്കിലും ഒരു ഗുണം ഉണ്ടാകണം കേട്ടോ. യു മസ്റ്റ് ബി ഏബിൾ ടു ത്രോ ആൻ ഇന്റലിജൻസ് ഓഫ് യുവേഴ്സ്. ഗ്രാഫിക്കലായിട്ട് നിങ്ങളുടെ ഇന്റലിജൻസിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നൊന്നും അറിയാൻ നമുക്ക് കഴിയണം. നിങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഇന്റലിജൻസും വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിയണം. വീട്ടിൽ തല്ലുണ്ടായില്ലെങ്കിൽ മക്കളുടെ ഇന്റലിജൻസ് വരയ്ക്കാൻ കഴിയണം.
നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇൻ്റലിജൻസും വരയ്ക്കാൻ കഴിയണം. ഇതൊക്കെ അറിയുമ്പോഴേ നമ്മളൊരു ടീച്ചറാവുള്ളൂ. അതുകൂടെ പറയും. ഇതൊക്കെ അറിയുമ്പോൾ മാത്രമേ ഒരു ടീച്ചറാവുള്ളൂ. ഒരു ടീച്ചർ ആകണമെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നമ്മളെ തന്നെ അറിയണം. 90% ടീച്ചേഴ്സിനും അറിഞ്ഞുകൂടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് നമ്മളെ തന്നെ ഒരു അറിവ് ഇല്ല. അത് ഏറ്റവും പ്രധാനമായിട്ട് വേണം. അപ്പോൾ ഇതാണ് ഇൻ്റലിജൻസിനെ പറ്റിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തിയറി.